നമസ്കാരം. അസ്സലാമു അലൈക്കും. പിന്നെ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും മുൻകാല പ്രാബല്യമുള്ള, അതായത് കഴിഞ്ഞ 200 വർഷത്തെ മുഴുവൻ പോലീസ് കേസുകളും പിന്നെ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തണം. മാത്രമല്ല, ഇത് കേസിൽ ശിക്ഷ നൽകിയിട്ടില്ലെങ്കിൽ അത് വലിയ വിപത്തുണ്ടാവും. ഇവർക്ക് പിന്നെ ഇങ്ങനൊരു പണിയുണ്ട്. അവർ കൂട്ടക്കൊല ചെയ്താൽ പുറത്തറിയാൻ പാടില്ല. പിന്നെ അഥവാ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് തലയിടുക, എന്നിട്ട് വേറെ കേസുണ്ടാക്കുക. ഇങ്ങനെയൊക്കെ ഒരു പണിയുണ്ട്. അപ്പോൾ അതിനെ അവസാനിപ്പിക്കാൻ പോലീസുകാർ സമ്മതിക്കരുത്. മാത്രമല്ല RDO സമ്മതിക്കരുത്. അത് മാത്രമല്ല, കുറ്റക്കാരെ അവരെ ശിക്ഷിക്കുക വേണം. ജയിലിൽ കൊണ്ടുപോയിട്ട് തീറ്റിപ്പോറ്റാനല്ല. അതായത് അത് ഈ നാടിന് വലിയ ആപത്തുണ്ടാക്കുന്നു. അതായത് കൂട്ടക്കൊലകൾ, അക്രമങ്ങൾ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ലീഗിൻ്റെ പഴയ കേസുകളൊക്കെ ശരിക്കും ശിക്ഷ കൊടുക്കണം. അല്ലെങ്കിൽ പൊതുജനങ്ങളോട് കാര്യങ്ങൾ പോലീസ് തുറന്ന് പറയണം. അപ്പോൾ പൊതുജനങ്ങൾ നേരിട്ടാണ് കൈകാര്യം ചെയ്യും. പക്ഷേ പൊതുജനം രംഗത്ത് ഇറങ്ങി തുടങ്ങിയാൽ പിന്നെ ആര് പറഞ്ഞാലും നിൽക്കില്ല. അങ്ങനെ തകരാറ് വരും. അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരും. അതാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പം തന്നെ ഒരുപാട് ആളുകൾക്ക് പിന്നെ ജോലി ശരിയാവുന്നില്ല, ജോലി കിട്ടുന്നില്ല, ജോലി എടുക്കാൻ സമ്മതിക്കുന്നില്ല. മാത്രമല്ല, ചില 100% ആളുകൾക്ക് ചികിത്സ കിട്ടുന്നില്ല, ചികിത്സ ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അതിനവർ കൊടുക്കുന്നില്ല. അതിൻ്റെ മുഴുവൻ ചികിത്സാ ഫണ്ട് ഇവർ വെട്ടിപ്പിഴുങ്ങാണ്. അതുപോലെ തന്നെ നിയമങ്ങൾ ഒരിക്കലും ഒരാൾക്കും ഒരു തരത്തിലും ആകണില്ല. കഴിഞ്ഞ 10 കൊല്ലമായിട്ട്, 10 കൊല്ലമല്ല, കഴിഞ്ഞ 20-30 കൊല്ലമായിട്ട് ഇവിടെ കേരളത്തിൽ ഭരണമില്ല, ഒരു സംവിധാനമില്ല. ഈ തട്ടിപ്പ് മാത്രം നടക്കുന്നുണ്ട്. ജനങ്ങളിൽ ഒരാളും തൊഴിൽ സ്ഥാപനം നടത്തുക, അല്ലെങ്കിൽ അതിന് സമാനമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കളവ് കേസ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയോ, ഒരു വാണിംഗ് നിലക്കുള്ള ഒരു ശിക്ഷ നൽകി അത് വാണിംഗാണ് എന്ന് പറഞ്ഞിട്ട് വിടാനുള്ള ഒരു ചങ്കൂറ്റമുള്ള ഒരു ജുഡീഷ്യറിയും ഇന്ത്യ രാജ്യത്ത് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ നേരിട്ടുള്ള അനുഭവമാണ് ഈ പറയുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ഇസ്ലാമിക രാഷ്ട്രത്തിലും അങ്ങനെയാണ്. കുറ്റം ചെയ്തവരല്ല ശിക്ഷിക്കുന്നത്. അറബ് രാഷ്ട്രങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് ആ പ്രവണത നമുക്ക് മാറ്റിയേ തീരും. കാരണം കുറ്റം ചെയ്യുന്ന കാരണക്കാരെ തരണം. അതിന് കാരണം അവിടുന്നാണ് ശിക്ഷ നടക്കുന്നത്. ഈ ചെയ്തവരെ മാത്രമല്ല, കുറ്റം ചെയ്യാൻ കാരണമായത്. ഇപ്പം മയക്കുമരുന്ന് ഇവിടെ പിടിച്ചാൽ അവരെ ശിക്ഷിച്ചാൽ പോരാ. അത് എവിടുന്നാണ് വരുന്നത്, എവിടെ ഉൽപ്പാദിപ്പിച്ചത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ മാനക്കേട. അപ്പം അത് എത്ര വലിയവനായാലും ശരി, അത് നിയമം അനുസരിക്കണമെങ്കിൽ അത് ചുറ്റുപാടുണ്ടാവണം. അതുപോലെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, ഇത്രയേറെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിട്ട് ഈ നാട്ടിലെന്താ ഒരാൾക്കും തൊഴിൽ സ്ഥാപനം വരാത്തത്? ഈ തട്ടിപ്പും കൊള്ളിയും മാത്രമാണല്ലോ നടക്കുന്നത്. എന്താ കാരണം? നിങ്ങളൊന്ന് ചിന്തിക്കണം. അത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്ത് നമ്മുടെ വീട്ടിൽ വാഴ വെച്ചാൽ ഒരു കൊല ഉണ്ടാവും, നിർബന്ധമാണ്. അതിൻ്റെ കുട്ടി പിരിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പിരിഞ്ഞ് വെക്കുമ്പോൾ അതിനൊരു കൊല ഉണ്ടാവും. ഇതിൻ്റെ തണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ ഓരോ സാധനത്തിലും നമുക്ക് കിട്ടില്ല, അല്ലാതെ പറ്റില്ല. അപ്പോൾ ഇത് ഗൗരവമായി ശരിയാണ്. ശ്രമിക്കണം. ഞാനിത് പറയാനുണ്ടായ കാരണം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണല്ലോ ഞാനിത് പറഞ്ഞിട്ട്, വെറുതെ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഇതിലൊരു ഭാഗമുണ്ട്. തൊഴിൽ സ്ഥാപനം ഇവിടെ കൊടുക്കുന്നില്ല. ആരെങ്കിലും തൊഴിൽ ചെയ്യുന്നതിൽ കുരുട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. കാനത്തിലഹും ജന്നാത്തുൽ ഫിർദൗസിൽ വിലാ ഖാലിദീന ഫിഹാ ലാ യബൂന നായിബാല കുല്ലൗ കാന ബഹറു മിദാദി കലിമാത്തി റബ്ബി കുലൗ ജിനാ ബിമിസ്ലിഹി മദദാ ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇന്നമാ ഇലാഹുക്കും വാഹിദുൻ വലാ യർജൂ ലിഖാഅ റബ്ബി വൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബി അഹദാ. ഈ കുരുട്ട് പറയുന്നവനെയും നുണ പറയുന്നവനെയും കൂട്ടത്തോടെ നശിപ്പിക്കുന്നവരൊക്കെ ഒരെണ്ണം അതിന് ബാക്കി വരരുത്. നുണ പറയുന്നതിന്, കുരുട്ട് ചെയ്യുന്നവർ, അക്രമം ചെയ്യുന്നവർ, അവർക്ക് അവരുടെ കുടുംബത്തിനടക്കം മരണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അസ്സലാമു അലൈക്കും.